കൊച്ചി അന്താരാഷ്ട്ര പുസ്തകോത്സവ സമിതി പ്രസിഡന്റും നാഷണൽ ബുക്ക് ട്രസ്റ്റിന്റെ കാര്യനിർവാഹക സമിതി അംഗവുമായ EN നന്ദകുമാർ രചിച്ച അടിയന്തരാവസ്ഥ രണ്ടാം സ്വാതന്ത്ര്യ സമരം എന്ന പുസ്തകത്തിന്റെ പ്രകാശനം BJPയുടെ കേരളത്തിലെ പ്രഥമ ഓർഗനൈസിംഗ് സെക്രട്ടറി K രാമൻപിള്ള നിർവഹിച്ചു. തിരുവനന്തപുരം സംസ്കൃതി ഭവനിൽ നടന്ന ചടങ്ങിൽ ഹിന്ദു ധർമ്മ പരിഷത്ത് പ്രസിഡന്റ് M ഗോപാൽ അധ്യക്ഷനായി. മാധ്യമപ്രവർത്തകൻ T സതീശൻ ആമുഖ പ്രഭാഷണം നടത്തി. ഡോക്ടർ TP ശങ്കരൻകുട്ടി, CP ജോൺ, P രാജശേഖരൻ, AKN അരുൺ എന്നിവർ സംസാരിച്ചു. അടിയന്തരാവസ്ഥയിൽ പങ്കെടുത്ത K രാമൻപിള്ള, പുരുഷോത്തമൻ എന്നിവരെ ആദരിച്ചു. ബാബു രാജേന്ദ്ര പ്രസാദ് വന്ദേമാതര അവതരണം നടത്തി. അവരുടെ ആളുകളാണ് ഇപ്പോൾ ഭരണഘടനാ സംരക്ഷകരായി പ്രത്യക്ഷപ്പെടുന്നത്. അതുകൊണ്ട് അടിയന്തരാവസ്ഥയ്ക്കെതിരെ നടന്ന സ്വാതന്ത്ര്യ സമരത്തെ ഞാൻ കാണുന്നത് അതൊരു യഥാർത്ഥ സ്വാതന്ത്ര്യ സമരം തന്നെ. നമ്മുടെ ഒന്നാം സ്വാതന്ത്ര്യ സമരം അതിൽ രണ്ട് താല്പര്യക്കാരുടെ, ഒന്ന് അധികാരം കിട്ടണം എന്ന് മാത്രം ആഗ്രഹിച്ചു. ബ്രിട്ടീഷുകാർ പോകണം, പക്ഷെ അധികാരം നമ്മുടെ കിട്ടണം എന്ന് മാത്രം ആഗ്രഹിച്ചത്. അങ്ങനെയല്ല, മാറുമ്പോൾ സമൂഹത്തിൻ്റെ സംസ്കാരം, മറ്റ് സാംസ്കാരികമായ പിന്തുണ. അപ്പോഴാണ് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചത്. അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചാൽ എല്ലാ വ്യവസ്ഥകളും ജനിപ്പിക്കുക എന്നല്ലാതെ അത് അംഗീകരിക്കുന്നത് പിന്നെ നമുക്ക് നടക്കാനാണ് എന്നതുകൊണ്ട് എനിക്ക് ഇന്നലെ നടന്നതുപോലെ ഓർമ്മയുണ്ട്. കുന്നംകുളം MLA ആയിരുന്ന TK കൃഷ്ണന്റെ സഹോദരന്റെ മകൻ TK പ്രസാദ് താമസിച്ചിരുന്ന സെന്റ് തോമസ് ഹോസ്റ്റലിലെ മുറിയിൽ ചെന്ന് ഇനി ഞാനും കൂടി സംഘടനാ പ്രവർത്തനം നടത്താം. അപ്പോൾ എന്നോട് ചോദിച്ചു, കഴിഞ്ഞ വർഷം താനും നടത്തിയില്ലല്ലോ, എല്ലാവരും പ്രവർത്തനത്തെ നിർത്തുന്ന സമയത്താണോ നിങ്ങൾ ആരംഭിക്കുന്നത്? അതൊന്നും എനിക്കറിയില്ല, നടത്തിയേ പറ്റും എന്ന് പറഞ്ഞുകൊണ്ട് അന്ന് സംഘടനയുടെ ഓതന്റിക് ഹിസ്റ്ററിക്കാണ് നന്ദകുമാർ ശ്രമിച്ചിട്ടുള്ളത്. രേഖകളില്ലാത്ത, തെളിവുകളില്ലാത്ത കാര്യങ്ങളൊന്നും നന്ദകുമാർ എഴുതിയിട്ടില്ല. അതാണ് അതിൻ്റെ പ്രധാന മൂല്യം. കാരണം സാധാരണ ആൾക്കാർ ചരിത്രവും സാഹിത്യവും ഒക്കെ എഴുതുമ്പോൾ മായം ചേർക്കപ്പെടാറ്. ഇവിടെ നന്ദകുമാർ ഒരു കാര്യം പറയുമ്പോൾ ആ കാര്യം ഡാഷ് ബുക്കിൽ ഡാഷ് ഗ്രന്ഥകർത്താവ് പറയുന്നു എന്ന് എഴുതുന്നുണ്ട്. അതാണ് ജോൺ പറഞ്ഞല്ലോ ഗിരീഷിന്റെ കാര്യം. ഗിരീഷ് എന്ന ആർട്ടിസ്റ്റ് ഒരു ചിത്രം വരച്ച കാര്യം പോലും, അതിന്റെ റെഫറൻസ് പോലും ഈ അവസാനം തടവുകാരുടെ ലിസ്റ്റിൽ, നിസാം തടവുകാരുടെ ലിസ്റ്റിലെ നന്ദകുമാർ എഴുതി ചേർത്തിട്ടുണ്ട്. അപ്പോ ഓരോരുത്തരുടെ ഓരോ നിയോഗമുണ്ട്. അതാണ് നന്ദകുമാർ ഇപ്പോൾ അടിയന്തരാവസ്ഥയുടെ ഈ 50ാം വാർഷിക വേളയിൽ ചെയ്തിരിക്കുന്നത്. എന്താണ് ഇന്ദിരാഗാന്ധിക്ക് സംഭവിച്ചത്? ഇന്ദിരാഗാന്ധിയുടെ കേസ് സെറ്റ് അസൈഡ് ചെയ്ത് മെമ്പർ അല്ലാതെയായി, പ്രധാനമന്ത്രി അല്ലാതെയായി. അപ്പോൾ ഒരു ക്രൈസിസ്. ആ ക്രൈസിസിന്റെ പുറത്താണ് അടിയന്തരാവസ്ഥ വരുന്നത്. ഏത് സമയത്തും അറസ്റ്റ് ചെയ്യാം. അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഉണ്ടാകുന്ന അനുഭവങ്ങളൊക്കെ അറിയാമായിരുന്നു. അത്തരം ആളുകളെ, അതോടൊപ്പം തന്നെ അമ്മമാരെ സഹായിച്ച, ഇന്ന് ജീവിച്ചിരിപ്പില്ലാത്ത സകലരുടെ മുമ്പിൽ ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു, പ്രണാമം അർപ്പിക്കുന്നു. നമ്മൾ ഓർക്കേണ്ടത് അവരനുഭവിച്ച ത്യാഗങ്ങളാണ്. ജയിലിൽ പോയി അവിടെ മർദ്ദനങ്ങൾ ഏറ്റിട്ട് പോയിട്ടുണ്ടാകും, ഒക്കെ ശരിയാണ്. ഞാനിപ്പോഴും ചിന്തിക്കുന്നത്, ഈ ജയിലിൽ പോയ സമയത്ത് പുറത്തൊരു വലിയ മനുഷ്യനുണ്ടായിരുന്നു. ഒരു പക്ഷേ നമ്മൾ ആരും കേട്ടിട്ടില്ലാത്ത, ഈ സമരചരിത്രത്തിൽ ആരും ചിന്തിച്ചിട്ടില്ലാത്ത വലിയൊരു മനുഷ്യൻ. എല്ലാവരും അമ്മാവൻ എന്ന പേരിൽ വെച്ച് അറിയപ്പെട്ട രാഷ്ട്രീയ സ്വയംസേവക സംഘത്തിന്റെ അന്നത്തെ പ്രാന്ത പ്രചാരകൻ. ജയിലിലേക്ക് അയക്കാൻ വേണ്ടിയുള്ള പ്രക്രിയ ചെയ്യാൻ നിരവധി ആൾക്കാർ. പക്ഷേ ജയിലിൽ പോയവരുടെ വീടുകളും ജയിലിൽ പോകുന്നവരുടെ ബുദ്ധിമുട്ടുകളും മനസ്സിലാക്കിയാൽ അവർക്ക് വേണ്ടി എല്ലാ സൗകര്യങ്ങളും ചെയ്യാൻ തയ്യാറായിട്ടുള്ള ഒരു പുതിയ മനുഷ്യൻ. അദ്ദേഹത്തിന്റെ ചിന്ത, അദ്ദേഹത്തിന്റെ പ്രവർത്തനം, ഇതെല്ലാം ഈ സമരത്തിന്റെ മേൽക്കൂട്ടായി. നേരത്തെ
ഏതെല്ലാം തരത്തിലുള്ള ആൾക്കാർ സമരം ചെയ്തു പോയി. 20 വയസ്സ്, 21 വയസ്സ്, 21 വയസ്സാണ് ശരാശരി വയസ്സ് എന്ന് ശ്രീ സതീശൻ പറയുണ്ടായി. അന്ന് 16 വയസ്സുള്ള ഒരു വ്യക്തി സമരം ചെയ്തു പെരുമ്പാവൂരിൽ. അദ്ദേഹം ഇന്നിവിടെ വന്നിട്ടുണ്ട്, ഇവിടെ ഇരിക്കുന്നുണ്ട്. ഡോക്ടർ പുരുഷോത്തമൻ. 22 പുസ്തകങ്ങളെയാണ് ഞാൻ ഇതിനകത്ത് കൂട്ടിയിരിക്കുന്നത്. ഞാൻ മൊത്തം അടിയന്തരാവസ്ഥയായിട്ട് ബന്ധപ്പെട്ട് ഞാൻ വായിച്ച പുസ്തകങ്ങളിൽ നിന്നും 28 പുസ്തകങ്ങളാണ് വായിച്ചത്. അതിൽ നിന്ന് 22 ഞാൻ ഇതിനകത്ത് കൂട്ടിയിട്ടുണ്ട്. സമാനമായിട്ട് മുമ്പത്തെ എന്റെ പുസ്തകം വൈദ്യുത സത്യാഗ്രഹമായിരുന്നു. 47 പുസ്തകങ്ങളാണ് ഞാൻ വായിച്ചത് ആ വൈദ്യുത സത്യാഗ്രഹത്തിന് വേണ്ടി മാത്രം. കാരണം നമ്മുടെ ചരിത്രകാരന്മാരെന്ന് പറയുന്ന ആളുകൾ വായിക്കാതെ രചിക്കുന്ന പുസ്തകങ്ങള് പഠിപ്പിക്കുന്ന, അങ്ങനെ പഠിച്ച് പാഠപുസ്തകത്തിൽ പോയി പഠിച്ച് പരീക്ഷ എഴുതി മാർക്ക് വാങ്ങിച്ച ഒരാളാണ് ഞാൻ. അത് ഒരു ഒറ്റ സംഭവം പറഞ്ഞിട്ട് അവസാനിപ്പിക്കുകയാണ്. വൈക്കം സത്യാഗ്രഹത്തിന്റെ ഉപജ്ഞാതാവ് ഒരുപക്ഷെ വിളിക്കുന്ന വരും പഠിച്ചിട്ടുണ്ടാവും. സി കേശവനാണെന്ന് പറഞ്ഞിട്ട് 1971 ഞാൻ പഠിച്ച പാഠപുസ്തകത്തിലുണ്ടായിരുന്നു. സി കേശവൻ എന്ന് പറയുന്ന കേരളത്തിന്റെ തിരുക്കൊച്ചിയുടെ മുഖ്യമന്ത്രിയായിരുന്ന ആള് വൈക്കം സത്യാഗ്രഹത്തെ അട്ടിമറിക്കാൻ വേണ്ടിയിട്ട്, ഒറ്റുകൊടുക്കാൻ വേണ്ടിയിട്ട് 1924 മാർച്ച് മാസം 29-ാം തീയതി അർദ്ധരാത്രി ഇന്ദിരാഗാന്ധി അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്ന സമയത്ത് KP കേശവന്റെ വാതിക്കൽ ചെന്ന് മുട്ടി വിളിച്ചുകൊണ്ട് അദ്ദേഹത്തോട് പറഞ്ഞത്, നാളെ സമരം മാറ്റിവെക്കണം, ഈ സമരം ഞങ്ങളുടെ സമുദായത്തിനെതിരാണെന്ന് പറഞ്ഞ സി കേശവൻ പിൽക്കാലത്ത് കേരളത്തിലെ മുഖ്യമന്ത്രിയായി.